ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 290-ലേറെ സീറ്റിൽ മുന്നേറി എൻഡിഎ സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക്. കരുത്തുറ്റ പോരാട്ടം നടത്തിയ INDI സഖ്യം 230-ലേറെ സീറ്റിൽ മുന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരാണസിയിൽ 1.5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ജയം. വയനാട്ടിൽ വെന്നിക്കൊടി പാറിച്ച് രാഹുൽ ഗാന്ധി. ജയം 3.5 ലക്ഷത്തിലേറെ വോട്ടിന്. കേരളത്തിൽ 20-ൽ 18-ലും UDF. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൌണ്ട് തുറന്ന് BJP. LDF ജയം ആലത്തൂരിൽ. ആറ്റിങ്ങലിൽ റീകൌണ്ടിംഗ്. ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയമുറപ്പിച്ച് TDP. ഒഡീഷയിൽ BJPയും അധികാരത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 291 സീറ്റുകളിൽ മുന്നേറി NDA മുന്നണി കേവല ഭൂരിപക്ഷത്തിലേക്ക്. INDIA സഖ്യം 233 സീറ്റുകളിൽ മുന്നിലാണ്. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ 3.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു. റായ്ബറേലിയിൽ 3,90,000-ലേറെ വോട്ടുകളാണ് രാഹുലിന്റെ ഭൂരിപക്ഷം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ 7 ലക്ഷത്തിലേറെ വോട്ടുകൾക്കും പർഷോത്തം രൂപാല 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കും വിജയിച്ചു. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, അർജുൻ റാം മേഘ്വാൾ, ഭൂപേന്ദർ യാദവ്, പ്രഹ്ലാദ് ജോഷി, അനുരാഗ് സിംഗ് ഠാക്കൂർ, സർബാനന്ദ സോനോവാൾ, കിരൺ റിജിജു എന്നിവരും വിജയിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. അതേസമയം അമേഠിയിൽ നിന്നും ജനവിധി തേടിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പരാജയപ്പെട്ടു. അന്തിമ കണക്കുകൾ പുറത്തുവന്നപ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ UDF 18-ടത്തും LDF 1-ടത്തും NDA 1 സീറ്റിലും വിജയിച്ചു. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് UDFന്റെ ശശി തരൂർ 16,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കനത്ത പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും തുടർച്ചയായ 4ാം വട്ടവും വിജയം ശശി തരൂരിനെ തേടിയെത്തുകയായിരുന്നു. ആറ്റിങ്ങലിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFന്റെ അടൂർ പ്രകാശ് 1,700-ഓളം വോട്ടുകൾക്ക് മുന്നിലെത്തി. LDFന്റെ V ജോയ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് പിന്നിലായത്. അതിനിടെ ആറ്റിങ്ങലിൽ LDF റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്താണ് റീകൌണ്ടിംഗുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ? സുവർണ, ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ റീകൌണ്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും പുതുതായി നൽകാനുള്ളത്. LDF ആണ് റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടത്. പോസ്റ്റൽ ബാലറ്റുകളാണ് ഇപ്പോൾ വീണ്ടും എണ്ണുന്നത്. LDF നേതാക്കൾ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് റീകൌണ്ടിംഗിന് അനുമതി നൽകിയത്. ഏകദേശം 15,000-ഓളം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ ഫലം കൂടി വന്നാൽ മാത്രമേ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാകൂ. LDF സ്ഥാനാർത്ഥി V ജോയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് LDF റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടത്. അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്നത്. എന്തായാലും ഫോട്ടോ ഫിനിഷിൽ നിന്നും സൂപ്പർ ഓവറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ കാണാനാകുന്നത്. നന്ദി റിജു, നന്ദി. തൃശൂരിൽ 74,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി NDAയുടെ സുരേഷ് ഗോപി ചരിത്ര വിജയം സ്വന്തമാക്കി. തൃശൂരിൽ LDF 2-മതും UDF 3-മതുമാണ്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തകർപ്പൻ ജയം സ്വന്തമാക്കി. വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. ത്രികോണ മത്സരം നടന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയമാണ് നേടിയത്. LDF സ്ഥാനാർത്ഥിയും CPI ദേശീയ നേതാവുമായ ആനി രാജയ്ക്ക് 2,83,023 വോട്ടുകൾ ലഭിച്ചപ്പോൾ BJP നില മെച്ചപ്പെടുത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് 1,41,045 വോട്ടുകൾ ലഭിച്ചു. രാഹുൽ ഗാന്ധി വിജയിപ്പിച്ച വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ച് UDFന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. കൊല്ലത്ത് UDFന്റെ NK പ്രേമചന്ദ്രൻ 1,48,000-ലേറെ വോട്ടുകളുടെ ലീഡിലാണ് ജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വിജയിച്ച ഏക സീറ്റായ ആലപ്പുഴയിൽ UDFന്റെ KC വേണുഗോപാൽ 60,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മാവേലിക്കരയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച LDFന്റെ CA അരുൺകുമാറിനെതിരെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു. പത്തനംതിട്ടയിൽ UDFന്റെ ആന്റോ ആന്റണി 66,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചു. കോട്ടയത്ത് UDFന്റെ ഫ്രാൻസിസ് ജോർജ് 87,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു. ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഡീൻ കുര്യാക്കോസ് 1,30,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചു. എറണാകുളത്ത് UDFന്റെ ഹൈബി ഈഡൻ 2.5 ലക്ഷത്തോളം വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചാലക്കുടിയിൽ UDFന്റെ ബെന്നി ബെഹനാൻ 60,000-ലേറെ വോട്ടുകൾക്കാണ് ജയിച്ചത്.
ആലത്തൂരിൽ യുഡിഎഫിന്റെ സിറ്റിംഗ് എംപി രമ്യ ഹരിദാസിനെതിരെ എൽഡിഎഫിന്റെ കെ രാധാകൃഷ്ണൻ 19,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് യുഡിഎഫിന്റെ വി കെ ശ്രീകണ്ഠൻ 75,000-ഓളം വോട്ടിന്റെ ലീഡിൽ ജയിച്ച് മണ്ഡലം നിലനിർത്തി. പൊന്നാനിയിൽ യുഡിഎഫിന്റെ അബ്ദുസമദ് സമദാനി 2,30,000-ലേറെ വോട്ടുകൾക്ക് ഉജ്ജ്വല വിജയം നേടി. മലപ്പുറത്ത് യുഡിഎഫിന്റെ ഇ ടി മുഹമ്മദ് ബഷീർ 2,98,000-ലേറെ വോട്ടുകളുടെ ശക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോഴിക്കോട് യുഡിഎഫിന്റെ എം കെ രാഘവൻ 1,40,50,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു. വടകരയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയോട് ശക്തമായ പോരാട്ടം കാഴ്ചവച്ച യുഡിഎഫിന്റെ ഷാഫി പറമ്പിൽ 1,15,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു. 1,12,000-ഓളം വോട്ടുകൾക്ക് കണ്ണൂരിൽ യുഡിഎഫിന്റെ കെ സുധാകരൻ വിജയിച്ചു. കാസർഗോഡ് 85,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യുഡിഎഫിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു. ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ കനത്ത പരാജയം ഏറ്റുവാങ്ങി. ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസിനെ ടിഡിപി ബിജെപി ജെഎസ്പി സഖ്യം പരാജയപ്പെടുത്തുകയായിരുന്നു. 175 സീറ്റുകളിൽ 136 തെലുഗുദേശം പാർട്ടിയും 8 ബിജെപിയും 21 സീറ്റിൽ ജെഎസ്പിയും വിജയമുറപ്പിച്ചു. ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസിന് 10 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. ഒഡീഷയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ട ബിജെഡി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബിജെപി സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടിയത്. 147 നിയമസഭാ മണ്ഡലങ്ങളിൽ 80 സീറ്റുകളിൽ ബിജെപിയാണ് മുന്നിൽ. ഭരണകക്ഷിയായ ബിജു ജനതാദൾ 49 ഇടങ്ങളിലും കോൺഗ്രസ് 14 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡിഎംകെ കോൺഗ്രസ് സഖ്യം എല്ലാ സീറ്റുകളിലും വിജയമുറപ്പിച്ചു. ഡിഎംകെ 22 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലും മുന്നിലാണ്. സിപിഐഎമ്മും സിപിഐയും ബിസികെയും 2 സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുന്നു. എംഡിഎംകെയും മുസ്ലിം ലീഗും ഓരോ സീറ്റുകളിൽ മുന്നിലാണ്. കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 17 ബിജെപിയും 9 മണ്ഡലങ്ങളിൽ കോൺഗ്രസും വിജയമുറപ്പിച്ചു. ജെഡിഎസ് 2 സീറ്റുകളിലാണ് മുന്നിൽ. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിൽ ടിഡിപി 16 സീറ്റുകളിൽ മുന്നിലാണ്. സഖ്യകക്ഷിയായ ബിജെപി 3 മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് 4 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. തെലങ്കാനയിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപിയും കോൺഗ്രസും 8 വീതം സീറ്റുകളിൽ മുന്നിലാണ്. ഹൈദരാബാദിൽ എഐഎംഐഎം വിജയത്തിലേക്ക് അടുക്കുകയാണ്. ഗോവയിലെ 2 മണ്ഡലങ്ങളിൽ ബിജെപിയും കോൺഗ്രസും ഓരോ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ലക്ഷദ്വീപിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സെയ്ദ് 2,600-ലേറെ വോട്ടുകൾക്ക് സിറ്റിംഗ് എംപിയും എൻസിപി ശരത് പവാർ പക്ഷ നേതാവുമായ പി അബ്ദുൾ ഫൈസലിനെ പരാജയപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം ചേരുന്നു. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ കവരത്തി ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുഹമ്മദ് ഹംദുള്ള സെയ്ദ് വിജയിച്ചു. 2ാം സ്ഥാനത്ത് എൻസിപി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസലിനെതിരെ 2,568 എന്ന നിലയിൽ വ്യക്തമായ ലീഡ് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. 2009 എംപി ആയതിനു ശേഷം തുടർന്ന് 2014-19 നേരിട്ട പരാജയങ്ങൾക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് ശ്രീ ഹംദുള്ള സെയ്ദ് ഇത്തവണ നടത്തിയത്. 10 ദ്വീപുകളിലെ 55 പോളിംഗ് ബൂത്തുകളിലേത് 6 റൌണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടന്നത്. മികച്ച വിജയം നേടിയ എൻഡിഎ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ തീരുമാനമാണെന്നും വിധി അംഗീകരിക്കുന്നതായും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. ഇത് ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നും ഖർഗെ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബിജെപി ഉയർത്തിയ കനത്ത വെല്ലുവിളികൾക്കിടയിലും ഐഎൻഡിഎ സഖ്യം മികച്ച പ്രകടനം കാഴ്ചവച്ചതായി തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പറഞ്ഞു. കേരളത്തിൽ യുഡിഎഫ് തരംഗമെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ. മതേതര ജനാധിപത്യത്തിന്റെ യശസ് ഉയർത്തിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഐഎൻഡിഎ മുന്നേറിയതെന്നും ശ്രീ ഹസൻ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി എൻഡിഎ വൻ വിജയം നേടിയതിൽ അഭിമാനമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിലെ വിജയം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കുന്നതായും തെറ്റുകൾ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 290-ലേറെ സീറ്റിൽ മുന്നേറി എൻഡിഎ സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക്. കരുത്തുറ്റ പോരാട്ടം നടത്തിയ ഐഎൻഡിഎ സഖ്യം 230-ലേറെ സീറ്റിൽ മുന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരാണസിയിൽ 1.5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ജയം. വയനാട്ടിൽ വെന്നിക്കൊടി പാറിച്ച് രാഹുൽ ഗാന്ധി. ജയം 3.5 ലക്ഷത്തിലേറെ വോട്ടിന്. കേരളത്തിൽ 20-ൽ 18-ലും യുഡിഎഫ്. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൌണ്ട് തുറന്ന് ബിജെപി. എൽഡിഎഫ് ജയം ആലത്തൂരിൽ. ആറ്റിങ്ങലിൽ റീകൌണ്ടിംഗ്. ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയമുറപ്പിച്ച ടിഡിപി. ഒഡീഷയിൽ ബിജെപിയും അധികാരത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.